തടഞ്ഞടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പ്രതിഷേധമായി ഉയർത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ബോഡി ഷേമിംഗ് പരാമർശവും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിക്കുന്നുണ്ട്. ചാണ്ടിയിരിക്കുന്നത് സീറ്റിലല്ല, ചാണ്ടിയുടെ സീറ്റിലിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കില്ല. അവരവരുടെ സീറ്റിലിരിക്കാൻ. ഫ്ലോർ ഓർഡർ അല്ല. സനീഷുള്ള സനീഷ് പ്ലീസ് ഫ്ലോർ ഓർഡർ ആവട്ടെ. യെസ്. സർ, ഞങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി ഈ സഭാ നടപടികളുമായി നിസ്സഹരിച്ചുകൊണ്ട് നടത്തുന്ന സമരം ഞങ്ങൾ തുടരുകയാണ്. സർ, ഇന്നലെ വളരെ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി. ഞങ്ങൾ പറഞ്ഞു പോലീസിനെ വാച്ച് ആൻഡ് വാർഡിനെ വെച്ചുകൊണ്ടാണ് ഞങ്ങളെ പ്രതിരോധിക്കാൻ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രമിച്ചത്. സർ, രണ്ടാമത്തെ കാര്യം, ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു അംഗത്തെ കുറിച്ച് ബോഡി ഷെയ്മിംഗ് നടത്തുന്ന രീതിയിലുള്ള പരാമർശം അങ്ങേക്ക് ഞങ്ങൾ ക്രമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്രമപ്രശ്നങ്ങൾ സീറോ ഓവറിൽ ഉന്നയിക്കാൻ പറ്റൂ. നിങ്ങൾ അറിയാത്ത ആളല്ലല്ലോ. അതെ, നിങ്ങൾ ഔട്ട് ഓഫ് ദ സിലബസിലേക്ക് പോവാണ്. നിങ്ങൾക്ക് പ്രതിഷേധം രേഖപ്പെടുത്താനെങ്കിൽ ഓക്കെ, ഞാൻ ഡിനായുന്നില്ല, ചെയർ ഡിനായുന്നില്ല. പക്ഷേ അതെ, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറ്റും. നിങ്ങൾക്ക് കേവലമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഓക്കെ യു ക്യാൻ. അല്ലാതെ ഇതിന്റെ മുകളിൽ പ്രസംഗം നടത്താൻ പറ്റില്ല. അല്ലല്ല, അങ്ങയുടെ ആറ്റിറ്റ്യൂഡ് മന്ത്രിമാരെല്ലാം വായി തോന്നിയതെല്ലാം പറഞ്ഞപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങ് നിഷ്പക്ഷമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. അങ്ങ് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടൽ നടത്തിയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാർ, ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹം വലിയ വിലയ്ക്ക് വിറ്റിരിക്കുകയാണ്. അതിന് കൂട്ടുനിന്ന ആളുകൾക്കെതിരായി നടപടിയെടുക്കണം. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്നതുമായി ചോദ്യം നമ്പർ 271 AK മാസ്റ്റർ കൃഷി വകുപ്പ് മന്ത്രി നോട്ട്. യെസ് മിനിസ്റ്റർ. പ്രതിപക്ഷ നേതാവിന്റെ പ്രതിപക്ഷ നേതാവിന്റെ അക്രമാഹ്വാനമാണ് ഇപ്പൊ നാം കാണുന്നത്. അക്രമാഹ്വാനമാണ് കാണുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരംഗത്തിന്റെയും പേര് ഇവിടെ പരാമർശിച്ചിട്ടില്ല. ഒരംഗത്തിന്റെയും പേര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാമർശിച്ചിട്ടില്ല. സാർ, ഈ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള അംഗങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ആശീർവാദത്തോടുകൂടി എന്തെല്ലാമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ബാനർ റിമൂവ് ചെയ്തോളാം. ബാനർ റിമൂവ് ഇപ്പൊ തന്നെ പിടിച്ചു വാങ്ങിച്ചോ. ബാനർ പിടിച്ചു വാങ്ങിക്കുക. പ്രതിപക്ഷ നേതാവിന്റെ മൗനാനുവാദത്തോടെ ഇവിടെ പിടിക്കാൻ പറ്റില്ല. അവിടെ പിടിക്കാൻ പറ്റില്ല. അങ്ങ് പറഞ്ഞോ. ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് നടത്തിയ പരാമർശം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞോ. സാർ, ഒരു സ്ത്രീയെ ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ്. സാർ, ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ്. അങ്ങയുടെ കൺമുന്നിൽ നടക്കുകയാണ്. എന്താണ് സാർ ഈ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊരു ധിക്കാരമാണ് സാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ സഭയും ലോകവും മുഴുവൻ വന്നിട്ട് കൊണ്ടിരിക്കുന്ന ഈ പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നിട്ട് വലിയ പ്രസംഗം നടത്തുകയാണോ കുറിച്ച് പറയാൻ? അക്രമത്തിന് മുഴുവൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ഉല്ലാസത്തിന് നേതൃത്വം കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. 272 മുരളി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ M രാജഗോപാലൻ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഇതൊക്കെ വാങ്ങിക്കളാം. സാറേ, ബഹുമാനപ്പെട്ട ചെയറിനോടൊരു അപേക്ഷയുണ്ട്. ഈ സഭയുടെ നടപടിക്രമം അനുസരിച്ച് ചെയറിനെ നോക്കി സംസാരിക്കണം എന്നാണ് പറയുന്നത്. ആ സാഹചര്യത്തിൽ ഈ ബാനർ ഇങ്ങനെ പിടിക്കുന്നത് തെറ്റാണ്. അങ്ങ് അത് മാറ്റാനായി നിർദ്ദേശം നൽകണം. കാരണം ചോദ്യം ഉത്തരം റെഡിയാണ്. പക്ഷെ എല്ലാ അംഗങ്ങളുടെയും ചോദ്യങ്ങൾ അവരുടെ മുഖത്ത് നോക്കിയല്ല ഉത്തരം പറയേണ്ടത്. ബഹുമാനപ്പെട്ട സ്പീക്കറെ മുഖത്ത് നോക്കിയാണ്, ചെയറിലേക്ക് നോക്കിയാണ് അഭിസംബോധന ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടുണ്ട്. ഈ ബാനർ മാറ്റാനുള്ള ഒരു ഏർപ്പാട് ചെയ്യണം. ഈ ചോദ്യം വളരെ ദീർഘമായ ഉത്തരമാണ്. ഇത് ടേബിൾ ചെയ്യാൻ അങ്ങ് അനുവദിക്കണം.
ബാക്കി ഉപചോദ്യങ്ങൾ മറുപടി പറയാം. ശ്രീ ഡി കെ മുരളി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ എം രാജഗോപാലൻ. പ്രതിപക്ഷത്തിന്റേത് അസുര ജന്മമാണ് സർ. ഈ സഭാവേളയിലെല്ലാം മുടക്കുക എന്നുള്ള തമ്മാടിത്തരമാണ് ഇവിടെ കൂടി കാണിച്ചു വെക്കുന്നത്. സാർ ഞങ്ങൾക്കൊന്ന് ചേർന്ന് പോകാൻ കാണുന്നില്ല സാർ. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഗതാഗത മേഖലയിൽ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം നടത്തി കേരളീയ സമൂഹത്തിന്റെ അംഗീകാരം പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ഗതാഗത വകുപ്പ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിസ്മയകരമായ നേട്ടങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അസഹിഷ്ണുത പൂണ്ട, അസൂയ പൂണ്ട കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഒരു വാക്കുകളില്ല, പ്രതിഷേധിക്കാൻ കഴിയുന്നില്ല. രാഷ്ട്രീയ നാണക്കേട് മാത്രം കൈവന്നതായിട്ടുള്ള കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ സാർ മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ KSRTCയുടെ ടിക്കറ്റ് വരുമാനം വർദ്ധിച്ചിട്ടുണ്ടോ? അതിനായി എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു വരുന്നതെന്ന് വിശദമാക്കാമോ? KSRTCയുടെ വരുമാനം അനുദിനം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് 26 കോടി രൂപയോളം KSRTCയുടെ വരുമാനത്തിൽ വർധനവുണ്ട്. യാത്രക്കാരുടെ എണ്ണത്തിൽ 22 ലക്ഷത്തിലധികം വർധനവുണ്ട്. ഓരോ മാസവും KSRTCയുടെ വരുമാനം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ KSRTCയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടാൻ കഴിഞ്ഞു. 10 കോടി 19 ലക്ഷം രൂപ. രണ്ടാം ദിവസം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച 9 കോടി 41 ലക്ഷം രൂപ കൈവരിക്കാൻ കഴിഞ്ഞു. KSRTC നഷ്ടം കുറച്ചു കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പുതിയ ബസ്സുകൾ വാങ്ങി, പിന്നെ ഡെഡ് മൈലേജ് കുറയ്ക്കാൻ ആവശ്യമില്ലാതെ ഓടുന്ന വണ്ടികൾ മുഴുവൻ നിയന്ത്രിച്ചു. നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ മാത്രം നമ്മളുടെ 6 കോടി 36 ലക്ഷം രൂപയിൽ നിന്ന് 685 കോടിയിലേക്ക് വരികയും പ്രതിമാസം 15 കോടി രൂപ ഓഗസ്റ്റ് മാസത്തിൽ മാത്രം 15 കോടി 22 ലക്ഷം രൂപ നമുക്ക് പ്രതിമാസ വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞു. പ്രതിമാസം ഓടിക്കുന്ന കിലോമീറ്റർ പരമാവധി കുറച്ചു. അതുപോലെ ഓരോ വണ്ടിയുടെയും ഏണിങ്സ് പെർ യാത്രക്കാരുടെ എണ്ണം 19 ലക്ഷത്തിൽ നിന്ന് 19,44,000 നിന്ന് 20,29,000 ഉണർന്നു. ഓഗസ്റ്റ് മാസത്തിലെ കണക്കാണത്. ഏണിങ്സ് പെർ കിലോമീറ്റർ 45.79 നിന്നും 49.81 ഓരോ കിലോമീറ്ററിന്റെയും വരുമാനം വർദ്ധിച്ചു. ഓരോ ബസിന്റെയും വരുമാനം 15,600 നിന്നും 16,768 രൂപയായി. ഒരു ബസിന്റെ പുറത്ത് 1,168 രൂപ വെച്ച് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി സ്മാർട്ട് കാർഡ് അടക്കമുള്ള യാത്രാ കാർഡ് അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കി. പിന്നെ എല്ലാം ഓൺലൈൻ പേയ്മെന്റ് സാധ്യമാക്കാൻ കഴിഞ്ഞതുകൊണ്ട് യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ വനിതകൾക്കും കുട്ടികൾക്കും വളരെ സൗകര്യപ്രദമായ രീതിയിലുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാൻ KSRTC കഴിയുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, കാലോചിതമായ പരിഷ്കാരങ്ങളാണ് ഗവൺമെന്റ് ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗതാഗത മന്ത്രിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സർ, യാത്രക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യങ്ങൾ നൽകുന്നതിനും കൂടുതൽ ആകർഷകമാക്കുന്നതിനും എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കാമോ? യാത്രക്കാർക്ക് വേണ്ടി ബസ് സ്റ്റേഷനുകളുടെ നവീകരണം ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പഞ്ചായത്ത് LSD വകുപ്പുമായി ചേർന്ന് പ്രഖ്യാപിച്ച പദ്ധതിയാണ് സമ്പൂർണ്ണ ശുചിത്വ കേരളം, മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയിൽ KSRTC പങ്കാളിയാകുകയും KSRTCയിലെ 84 ഡിപ്പോകളിൽ 83 ഡിപ്പോകൾക്കും ശുചീകരണത്തിനുള്ള അവാർഡ് നേടാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട്